രാവിലേക്ക് പുട്ടാണ് കേട്ടോ, ചോളപ്പുട്ട്. ഞാൻ ആദ്യമായിട്ട് കഴിക്കണം ചോളം പുട്ട്. പിന്നെ നമ്മൾ പൊടിക്കില്ല, ചെറുതാകുമ്പോൾ കഴിച്ചാൽ മതി. ചോളം പുട്ടാ, ഉപ്പുമാവ് ചോളത്തിൻ്റെ. ഉപ്പുമാവ് ഇതും കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറ്റും, പൊടി കൊണ്ട്. അപ്പോൾ ഉണ്ടാക്കാം, നമുക്ക് പുട്ടുണ്ടാക്കാം കേട്ടോ. തേങ്ങ മഞ്ഞപ്പുട്ടുണ്ടാവും. തേങ്ങ വേണ്ട, തീവലിയാ. തേങ്ങ ഇടും. തേങ്ങ വില കൊടുത്തിട്ട് വേഗട്ടേട്ടാ. പുട്ട് വന്നു കേട്ടോ. പൂ വിരിഞ്ഞു ഗൈസ്, പൂ വിരിഞ്ഞു എന്ന് പറയുന്ന പോലെ പുട്ട് വിരിഞ്ഞു. അടിപൊളി. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പിന്നെ തൈപ്പൂയം അല്ലേ, എല്ലാവർക്കും തൈപ്പൂയ ആശംസകൾ. നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എല്ലാവർക്കും. അപ്പം ഇന്ന് മുരിങ്ങക്കോലാണ് തൈപ്പൂയായിട്ട്. മീൻ ഇറച്ചിയൊന്നും വാങ്ങിയില്ല കേട്ടോ. അപ്പം മുരിങ്ങക്കായ മാങ്ങ കറിയാണ്. എല്ലാവർക്കും വെക്കാറിയോ നമ്മളെങ്ങനെ വെക്കുമെന്ന് കാണിക്കട്ടോ. ചക്കക്കുരു ചക്കക്കുരുല്ല, മുരിങ്ങക്കായ മാങ്ങ പരിപ്പും. അപ്പം എങ്ങനെയാ വെക്കുക നോക്കാം. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണട്ടോ, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. 2 മുരിങ്ങക്കോലുണ്ട്, ഇന്നലെ കൊണ്ടുവന്നാണ്, അത് വാടിയാ. ഹാപ്പി തൈപ്പൂയ. നമുക്ക് പരിപ്പൊന്ന് വേവിക്കാൻ വെക്കാം. 1/2 ഗ്ലാസ് തോരപ്പരിപ്പുണ്ട്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. ഒരു 2 വിസിൽ വരട്ടെ. അപ്പോഴേക്ക് തേങ്ങ അരയ്ക്കാം. കുറച്ച് തേങ്ങ, ഒരു മുറിൻ്റെ പകുതി ഇട്ടാൽ, ഒരു 6 വറ്റൽമുളക്, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം. ഇത് 3 കൂടി നന്നായി അരച്ചിട്ട് വരാം. പരിപ്പ് വെന്താൻ നോക്കട്ടെ. 2 വിസിൽ പാകത്തിന് വന്നിട്ടുണ്ട് കേട്ടോ. ചട്ടിയിലേക്കൊന്ന് മാറ്റാം. പരിപ്പ് ഇതിലേക്ക് ഒരു 2 മുരിങ്ങക്കായ ഇട്ടാം. കുറച്ച് ഉപ്പ്, ഒരു നുള്ളും കൂടി മഞ്ഞൾപ്പൊടി. പരിപ്പിലിട്ടിട്ടുണ്ട്. കറണ്ട് പോയി വേഗട്ടെ. മുരിങ്ങക്കായ് വന്നാ നോക്കാം. വെന്തൂട്ടാ. ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ഒരു മാങ്ങയുണ്ട്. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. മാങ്ങയൊന്ന് വേഗട്ടെ. മാങ്ങ വന്നൂട്ടാ. നമുക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കാം. കറണ്ട് പോയിട്ട് നോക്കി, തേങ്ങ അരച്ചതും കറണ്ട് പോയി. എന്നാലും ഞങ്ങൾ വിടില്ല, എങ്ങനെയെങ്കിലുമൊക്കെ ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കും. ബൾബുണ്ട്, ലൈറ്റ് ഇല്ല, കാര്യമായിട്ട് വെളിച്ചമില്ല. എൻ്റെ പുട്ടിലേറ്റ് കാണാനില്ല, അല്ലെങ്കിൽ അത് മതിയായിരുന്നു. അരപ്പ് വെച്ചിട്ട് ഒന്ന് തിളക്കട്ടെ കേട്ടോ. കറണ്ട് വന്നു. നമ്മുടെ അരപ്പ് വെച്ച് ചെറുതായിട്ട് തിളച്ചു വിട്ടാ. ഒഴിച്ചിട്ട് സൂപ്പർ മാങ്ങാക്കറിയല്ലേ. ഇനി താളിക്കാം. ആയി. ഓ, ചീഞ്ചട്ടി ചൂടാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടാവട്ടെ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ, 2 വറ്റൽമുളക്, കറിവേപ്പില. മാങ്ങ
വേഗം പോകാം. ആ എത്രയാ കടുക് കേട്ടോ. പരിപ്പ് മാങ്ങ മുരിങ്ങക്കായ് കറി നിങ്ങൾ എങ്ങനെ വെക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. സൂപ്പർ ടേസ്റ്റ് അല്ലേ. നമുക്ക് വഴുതനങ്ങ ഫ്രൈ പോലത്തെ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കി എടുക്കട്ടെ. കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് കടുക്, ഇതിലേക്ക് 2 സവാള കേട്ടോ, നല്ല പൊടി പൊടിയായി അരിഞ്ഞത്. സവാള ഒന്ന് വാടി വരട്ടെ. സവാള അത്രയും മതി. ഇതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പില കഴിഞ്ഞു. വഴുതനങ്ങ വേണ്ട, നീളത്തിലായിരുന്നു. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, വാടി വെക്കണം. അടച്ചു വെക്കണ്ട. നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ആയില്ല, വേണ്ട തുറന്ന് വെച്ച് വേവിക്കണം കേട്ടോ. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ലാസ്റ്റ്. കാശ്മീർ ഇട്ടാൽ നല്ല കളർ വരും. അതെ, നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ ഊണ് കഴിക്കട്ടെ കേട്ടോ. പിന്നെ ചമ്മന്തി ഉണ്ട് കേട്ടോ, സ്പെഷ്യല് അടിപൊളി ചമ്മന്തിയാണ്. കാണാത്തവർ കാണുക. മുരിങ്ങക്കായ പരിപ്പ് മാങ്ങ. നമ്മൾ ഷോർട്സ് ഇട്ടുണ്ട് ചമ്മന്തി. നമ്മുടെ വഴിക്കുന്നത് അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾ ഊണ് കഴിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. തൈപ്പൂയം ആശംസകൾ. എല്ലാവർക്കും തൈപ്പൂയം ആശംസകൾ. ആ സാധനങ്ങളൊക്കെ ഒതുക്കി ഹായ്, സമയമായില്ലേ? ഊണ് കഴിക്കാൻ മറന്നില്ല. മുളകാണ് കേട്ടോ. എന്താ വില കേട്ടാ? മുളക് കിട്ടാ. തുമ്മണ് മുളക് പിടിച്ചപ്പോ തന്നെ. ഇത് കുറച്ച വാങ്ങിട്ടാ. ഇത് പിരിയ മുളക് കണ്ടാ. തുറക്കണ്ട തുമ്മും. രണ്ടും പിരിയ മുളക് രണ്ടും കൂടി പൊടിച്ചാൽ നല്ല കളർ ഉണ്ടാവും. നമ്മുടെ മുതിര സൂപ്പർ മാർക്കറ്റിൽ പോയത്. മുതിരയൊക്കെ ഇതെന്താ 34 രൂപ? കാലിനല്ല എത്ര വില? അല്ലല്ല, ഇത് ചെറുപയറിന് വിലയുണ്ട്. കടല വെള്ളപ്പയർ ദേശീയ ഭക്ഷണം ഒന്നിച്ച് വെക്കും. സോ ഗ്രീൻ പീസ് ഞങ്ങളുടെ ഭാഷയിൽ പട്ടാണി. ഇതാ അങ്ങനെ പറയാ. ഇത് കടല, പച്ചക്കടല. ഇത് പച്ചക്കടല. പച്ചക്കടലല്ലേ? അത് പച്ചപ്പട്ടാണി. ജലദോഷം വന്നോ? അത് ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റ.